സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണൻ രാധികയും കൂടി ഇറങ്ങാൻ നേരം രണ്ടുപേർക്കും ചായ കൊടുക്കാനായിട്ട് പത്മിനി ചായയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുമായിരിക്കും. ഈ സമയം ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞാൽ പത്മിനിയെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം കൽപ്പനയും മുർവശിയും സുകുമാരിയും പ്രിയങ്കയും എല്ലാം ചേർന്ന് അതിൽ കുറേ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും അങ്ങനെ കുറേ പൊടികളൊക്കെ വാരി ചേർക്കുവാണ്. ഈ സമയം വരുണൻ രാധികക്കുള്ള ചായ കൊടുക്കാനായിട്ട് ഉർവശീനെ പറഞ്ഞേൽപ്പിക്കുവാണ്. അന്നേരം ഉർവശി പറയണേ, വരുണിന് ഞാൻ ചായ കൊടുക്കാം, പക്ഷേ രാധികക്കൊന്നും ചായ കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അവളുടെ ദാസിയാകാൻ വയ്യ. അങ്ങനെ പത്മിനി തന്നെ ആ ചായം എടുത്ത് ഹോളിലേക്ക് വരുവാണ്. ഇതേസമയം സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ വരുണൻ രാധികയൊക്കെ. അങ്ങനെ രാധിക മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മയോട് അനുഗ്രഹം വാങ്ങുവാണ്. ഈ സമയം പത്മിനി രണ്ടാൾക്കും കുടിക്കാനായിട്ട് ചായ കൊടുക്കുവാണ്. ഇതേസമയം കൽപ്പനയും ഉർവശിയും സുകുമാരിയും പ്രിയങ്കയൊക്കെ ആണെങ്കിൽ ആ ചായ കുടിച്ച് രാധിക വേദന കൊണ്ട് പുളയുന്നതും രാധികയുടെ യാത്ര തടഞ്ഞ് അവൾ വിഷമിക്കുന്നതും ഒക്കെ കാണാനായിട്ട് കാത്തിരിക്കുവാണ്ടോ. ഈ സമയം എന്തോ സംശയം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു സുകുമാരിയമ്മ രാധിക ചായ കുടിക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെ അവിടെ നിന്ന് യാത്രയാക്കി പറഞ്ഞു വിടുവാണ്ടോ സുകുമാരി. ഈ സമയം ആ ചായയും കയ്യിൽ പിടിച്ച് അതിനെക്കുറിച്ച് കൽപ്പനയോടും ഉർവശിയോടൊക്കെ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ചായ കുടിച്ചാൽ ഒന്നും പറ്റില്ലെന്നും അത് രാധികക്ക് നല്ലപോലെ പാടാനായിട്ട് അമ്മ പ്രത്യേകം ഇഞ്ചിപ്പൊടിയോ അങ്ങനെ എന്തൊക്കെയോ മരുന്നൊക്കെ ചേർത്ത ചായ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് ജയഭാരതി പറയണേ, അങ്ങനെയാണെങ്കിലേ കുടിച്ചാലൊന്നും പറ്റാത്ത ഈ മരുന്നുണ്ടല്ലോ, നമുക്ക് സുകുമാരിയെ കൊണ്ട് കുടിപ്പിക്കാം. രണ്ടുപേരും കൂടി സുകുമാരി ഒന്ന് പിടിച്ചിരുത്തിയേ. എന്തിന്? എനിക്കൊന്നും വേണ്ട. അന്നേരം ജയഭാരതി പറയണേ, അത് പറഞ്ഞാൽ പറ്റില്ല, സുകുമാരി നിങ്ങൾ പിടിച്ചിരുത്തിയില്ലെങ്കിലേ നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഞാൻ ഇത് കുടിപ്പിക്കും. അത് കേൾക്കുന്നതും ഉർവശിയും കൽപ്പനയും വേഗം തന്നെ സുകുമാരിയെ പിടിച്ചിരുത്തി സോഫയിലിരുത്തുവാണ്. ഈ സമയം ജയഭാരതിയാണെങ്കിൽ സുകുമാരിയുടെ വായിലേക്ക് തന്നെ ഒരു പൊടികൾ ചേർത്ത ചായ ഉണ്ടല്ലോ അത് ഒഴിക്കാറുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുകുമാരി അമ്മ ചുണ്ടുകൾ ഇറുക്കി പിടിച്ചുകൊണ്ട് ചായ കുടിക്കില്ല എന്നും പറഞ്ഞ് ഷടിച്ചിരിക്കുവാണ്. എന്നാൽ സുകുമാരിക്കിട്ട് നല്ല പണി തന്നെയാണ് കേട്ടോ ജയഭാരതി അമ്മ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയങ്കയും മുത്തശ്ശീനെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അത് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്